പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരുടെ ദൃശ്യങ്ങൾ മലയാളിയുടെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞു. ആക്രമണത്തിന് 4 ദിവസം മുൻപ് ബേതാബ് താഴ്വരയിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങളിലാണ് ഭീകരരും ഉൾപ്പെട്ടത്. പൂനെയിൽ സ്ഥിരതാമസമാക്കിയ ശ്രീജിത്ത് രമേശൻ ആണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കുടുംബവുമായി കശ്മീരിൽ അവധി ആഘോഷിക്കുകയായിരുന്നു ശ്രീജിത്ത്. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട് ഇതിന്റെ വിവരങ്ങളുമായി. അർജുൻ, നമുക്കൊക്കെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഒരു മലയാളിയുടെ ക്യാമറയിൽ ഈ കാര്യങ്ങളൊക്കെ പതിയുന്നു, പിന്നീട് അത് ഭീകരരാണെന്ന് മനസ്സിലാവുന്നു. കൂടുതൽ അന്വേഷണത്തിൽ ഇവർ നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്, ഈ ഭീകര പ്രവർത്തനത്തിനായി എല്ലാ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അർജുൻ, വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ. മോദി, അല്പം മുൻപാണ് നമ്മൾ പറഞ്ഞത് ഇതിലെ പാകിസ്ഥാനി ഭീകരർ 1.5 വർഷം മുൻപ് കശ്മീരിലെത്തി പല ആക്രമണങ്ങളിലും പങ്കെടുത്തു എന്നുള്ളത് ഇപ്പോഴിതാ പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഏപ്രിൽ 18-ാം തീയതി, അതായത് ആക്രമണം നടന്ന ഏപ്രിൽ 22-ന് 4 ദിവസം മുൻപ് മാത്രം പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇത് പെഹൽഗാമിൽ തന്നെ, പെഹൽഗാം ടൗണിൽ നിന്ന് ഏകദേശം 7.5 കിലോമീറ്റർ മാറി ബേതാബ് വാലി എന്ന് പറയുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. അവിടെയുള്ള ദൃശ്യങ്ങളാണ്. ഈ പൂനെയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മലയാളി ശ്രീജിത്ത് രമേശൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഈ വെക്കേഷനിലായിരുന്നു, അവധിക്കാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 18-ാം തീയതി ആദ്യം ആക്രമണം നടന്ന ബൈസറൻ വാലിയിലെത്തുന്നു. അതിനുശേഷം അവിടെ നിന്ന് 7 കിലോമീറ്റർ മാറി ഈ ബേതാബ് വാലി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു ഡാൻസ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. അതിന് പുറകിൽ ആകസ്മികമായി തന്നെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെയാണ് ഈ 2 പേർ നടന്നു പോകുന്നതും. അന്ന് അത് കാര്യമായിട്ടൊന്നും എടുത്തില്ല, ആരോ 2 പേർ നടന്നു പോകുന്നു എന്നുള്ള കാര്യം. പിന്നെ ആ മൊബൈൽ വിഷ്വലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് 22-ാം തീയതി ഈ ഭീകരാക്രമണം നടക്കുന്നു. അതിന് പിന്നാലെ ഈ ഭീകരരുടെ ദൃശ്യങ്ങൾ, രേഖാചിത്രങ്ങൾ, ചില ഫോട്ടോകളെല്ലാം തന്നെ സുരക്ഷാ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടു. പ്രധാനമായിട്ടും ഒരു 4 പേർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. ആ ഫോട്ടോയിലുള്ളവരെ കണ്ടും അതുപോലെ തന്നെ ഈ രേഖാചിത്രം കണ്ടുമാണ് ഈ ശ്രീജിത്ത് രമേശൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെ തിരിച്ചറിയുന്നത്. അതായത് നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു സംശയം ഉണ്ടാകുന്നു. പിന്നാലെ അദ്ദേഹം കാശ്മീരിൽ പോയ സമയത്ത് എടുത്തിരുന്ന ആ വീഡിയോകൾ, ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ ഓരോന്നായി എടുത്ത് പരിശോധിച്ചു. അപ്പോഴാണ് ഈ 2 പേരും തൻ്റെ മൊബൈൽ ക്യാമറയിൽ കുടുങ്ങിയിട്ടുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹം അത് നേരിട്ട് NIA സമീപിക്കുന്നു. ഡൽഹിയിലെ NIA ഓഫീസിലേക്ക് അദ്ദേഹം ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. പിന്നാലെ NIAയുടെ ഭാഗത്ത് നിന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഈ മാതൃഭൂമി ന്യൂസിന്റെ ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമുക്കായി നൽകിയ പ്രതികളുടെ രേഖാചിത്രം പുറത്തു വന്നതോടെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ ഇദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഭീകരരാണെന്ന് മനസ്സിലായത് എങ്ങനെ എന്നതൊക്കെ ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ്. ഏപ്രിൽ 18-ാം തീയതിയാണ് ഞങ്ങൾ പെഹൽഗാവിൽ കശ്മീരിൽ എത്തിച്ചേർന്നത്. അവിടുന്ന് ഈ അറ്റാക്ക് നടന്ന സ്ഥലം ബൈസറൻ വാലിയിൽ ഞങ്ങൾ 18 ഏപ്രിലിന് എത്തി. ഞങ്ങൾ ബൈസറൻ വാലി വിസിറ്റ് ചെയ്തിട്ട് ബൈസറൻ വാലിയിൽ തൊട്ടടുത്ത് 7.5 കിലോമീറ്റർ ദൂരയിൽ ബേതാബ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയും എത്തി. അന്ന് 18-ന് തന്നെ ഉച്ചയ്ക്ക് 2-2:30 ഏകദേശം ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 6 വർഷമുള്ള കൊച്ചിൻ്റെ ഒരു വീഡിയോ റീൽസിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരമായി ഈ 2 സസ്പെക്ട്സ് അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയുന്നത്. 25-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ TV നോക്കിക്കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി ഏജൻസീസ് റിലീസ് ചെയ്ത 4 ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ അതിൽ 2 പേരെ കണ്ടപ്പം അത് എവിടെയോ കണ്ട് പരിചയമുള്ള ഫേസസ് ആണ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ആ പെഹൽഗാവ്, അതുപോലെ ബൈസറൻ വാലി, ബേതാബ് വാലി അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത പല ഫോട്ടോസും വീഡിയോസും നമ്മൾ അത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഈ വീഡിയോ കാണുകയും ഇതിനകത്ത് ഈ 2 സസ്പെക്ട്സ് കാണുകയും ചെയ്തത് അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ബോഡി സ്ട്രക്ചർ, മുടികളെല്ലാം മാച്ച് ചെയ്തതിന് കാരണം നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ ഡൽഹി NIAക്ക് കൊടുത്ത് അത് വെച്ചിട്ട് NIA മുംബൈ ഹെഡ് ഓഫീസിൽ ഇൻവെസ്റ്റിഗേഷന് വിളിക്കുകയും അതിന് വേണ്ട കംപ്ലീറ്റ് ടെക്നിക്കൽ കാര്യങ്ങളും നമ്മൾ കൈമാറിയിട്ടുണ്ട്.